എന്തോ നാടേ, കാര്യമായ ചിന്തയിലാണല്ലോ. നീയൊക്കെ ഭാഗ്യവാനല്ലേ. എന്തുമാത്രം പൂക്കളുണ്ട് ഈ വനത്തിൽ. എത്ര തേൻ വേണമെങ്കിലും നിനക്ക് കുടിക്കാലോ. അങ്ങനെ നോക്കിയാൽ നീയും ഭാഗ്യവാനല്ലേ. കാട്ടുകോഴികൾക്കാണോ ഈ കാട്ടിൽ ക്ഷാമം? ആർക്ക് വേണം കാട്ടുകോഴികളെ? ഓ, ശാപ്പിട്ട് മടുത്തു. എനിക്കിനി ആവശ്യം നാട്ടിലെ കോഴികളെയാണ്. നല്ല മുഴുത്ത നാട്ടുകോഴികളെ. എങ്കിൽ വേഗം വിട്ടോ. എങ്ങോട്ടേക്ക്? അതിന് ഏതെങ്കിലും ഗ്രാമങ്ങളിൽ പോയിട്ട് കാര്യമില്ലല്ലോ. ഈ ഉടങ്കൊല്ലി കുറുക്കനിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റിയ അവസരമാണിത്. എന്താടാ ചിന്തിക്കുന്നത്? ഈ വനത്തിന്റെ അയൽഗ്രാമങ്ങളിൽ ഒന്നാണല്ലോ ചെമ്പേരിക്കടവ്. അവിടെ കിട്ടോ? എന്തോന്നു? കോഴികളെ. എടോ, പറയുന്നത് മുഴുവൻ കേൾക്ക്. ആ ഗ്രാമത്തിലാണ് വേലുച്ചേട്ടന്റെ വീട്. അവിടെ കോഴികളുണ്ട്. വേലുച്ചേട്ടൻ വളർത്തുന്ന നല്ല മുഴുത്ത കോഴികൾ. ആഹാ, കേട്ടപ്പോഴേ കൊതിയായി. പടിഞ്ഞാറ് തെക്കിലേക്ക് നേരെ വിട്ടോ. എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി. ടാറ്റാ. പടിഞ്ഞാറോട്ടേക്ക് പോയവനെ മിക്കവാറും തെക്കോട്ടേക്ക് എടുക്കും. എന്തായാലും ഇവനെ കൊണ്ടുള്ള ശല്യം തീർന്നു. ചെമ്പേരിക്കടവ് ഗ്രാമത്തിലേക്ക് ദുരുദ്ദേശത്തോടെ പോയ ഒരുത്തനും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഓ, ഈ മണകുടാഞ്ചൻ തേനീച്ച ഇത്ര ഉപകാരിയായിരുന്നോ? നാട്ടുകോഴി കഴിക്കാൻ കൊതിയായി, ഇന്ന് ചെമ്പേരിക്കടവിലേക്ക് നടപ്പായി. വേലിച്ചേട്ടൻ വളർത്തുന്ന കോഴികളെ ശാപ്പിടുവാനായി കൊതിയായി. ഇത്ര മനോഹരമായിരുന്നോ ചെമ്പേരിക്കടവ്? പേര് കേട്ടിട്ട് ഞാൻ വിചാരിച്ചു ഒരു ഉണക്ക ഗ്രാമമാണെന്ന്. ഇനി അല്പസമയം ആ മരത്തണലിൽ വിശ്രമിക്കാം. ഇന്നാ പിടിച്ചോ. എന്റെ തല പോയേ. അയ്യോ, എന്റെ തല പോയേ. എന്റെ അമ്മോ. ചക്കയോ? ഡാ ചക്കേ, നോക്കി വീടുണ്ട്. എന്റെ തല കോഞ്ഞാട്ടയായല്ലോ. നോക്കി തന്നെയാടാ വീണത്. അങ്ങനെയെങ്കിലും നിന്റെ തലയിലെ കളിമണ്ണൊന്ന് പുറത്തേക്ക് വരട്ടെ എന്ന് വിചാരിച്ചു. നിന്നെ കണ്ടാലറിയാം ഒരു തരികടയാണെന്ന്. ഈ ചെമ്പേരി കടവിൽ നിന്റെ ഉടങ്കൊല്ല് തരമൊന്നും ഏൽക്കില്ല. വേഗ സ്ഥലം വിട്ടോ. ഈ നാട്ടിൽ കാല് കുത്തിയപ്പോഴേ ഇതാണോ അവസ്ഥ? ആകെ അപലക്ഷണമാണല്ലോ. എന്തായാലും ഈ ചക്കച്ചട്ടമ്പിയുടെ അടുത്ത് നിൽക്കുന്നത് അത്ര പന്തിയല്ല. സ്ഥലം വിട്ടേക്കാം. ഓ, ചക്ക ശല്യമില്ലാത്ത വല്ല സ്ഥലമുണ്ടിൽ ഒന്ന് വിശ്രമിക്കായിരുന്നു.